നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDFിന്റെ തോൽവിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ചും UDFിന്റെ വിജയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ അഭിനന്ദിച്ചും ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് അദ്ദേഹം തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത്. ഇടതുകോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് UDFിന് മിന്നും വിജയം സമ്മാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ ആശംസ എന്ന പരിഹാസ രൂപേണ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭരണത്തിനെതിരായ ജനങ്ങളുടെ വലിയ തിരിച്ചടിയാണ് ഈ വിജയമെന്നും LDF പ്രവർത്തകർ മനസ്സുകൊണ്ട് പോലും മടിച്ച ഒരു തെരഞ്ഞെടുപ്പാണിതെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നു. കഴിഞ്ഞ 10 വർഷമായി ജനങ്ങളെ ചതിച്ചു പറ്റിച്ച മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്നവർ നൽകിയ ഏറ്റവും മികച്ച തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. മുഖ്യമന്ത്രിയുടെയും മരുമോന്റെയും ചെയ്തികളാണ് ഈ തിരിച്ചടിക്ക് കാരണമെന്നും വീഡിയോയിൽ പറയുന്നു. UDFിന് അനുകൂലമായി ഈ സാഹചര്യത്തെ കൃത്യമായി ഉപയോഗിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദിക്കുന്നു. നിലപാടുകളിലെ കാർക്കശ്യം അദ്ദേഹത്തെ കേരളത്തിലെ മികച്ച പ്രതിപക്ഷ നേതാവാക്കി മാറ്റിയെന്നും രമേശ് ചെന്നിത്തലയുടെ പിന്തുണ കൂടിയായതോടെ UDF തകർക്കാൻ പറ്റാത്ത ശക്തിയായി മാറിയെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. ജനങ്ങളെ പച്ചയ്ക്ക് ആക്ഷേപിച്ച MM മണിയുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പരാമർശം കൃത്യമായി എടുത്തു കാണിക്കേണ്ട ഒന്നാണ്. പെൻഷൻ നൽകുന്നത് സർക്കാരിന്റെ ഔദാര്യമല്ലെന്നും അഖിൽ മാരാർ പറയുന്നു. രാഹുൽ മാങ്കുടത്തിലും ദിലീപും അല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ച മാധ്യമങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഒരു നേതാവിൻ്റെ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിയേണ്ടെന്ന് ആവശ്യമില്ലെന്ന് ജനം തെളിയിച്ചതായി അദ്ദേഹം പറയുന്നു. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയ ഇടതുപക്ഷ കോട്ടകൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തന മികവാണ് ഈ വിജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമെന്ന് പരിഹാസ രൂപേണ അഖിൽ മാരാർ പറയുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിജയത്തിൽ അഹങ്കരിക്കാതെ സംഘടനാ ബോധത്തോടെ ജനങ്ങളോട് വിനയാന്വിതരായി പെരുമാറി മുന്നോട്ട് പോയാൽ 100-ലധികം സീറ്റുകൾ നേടി UDFിന് അധികാരത്തിലെത്താൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കമ്മ്യൂണിസ്റ്റ് മൂല്യമുള്ള ജനത പിണറായി വിജയനെ ആട്ടിയിറക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് അദ്ദേഹം മറ്റൊരു കുറിപ്പിൽ കുറിച്ചു. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന ചോദ്യത്തോടെയായിരുന്നു അഖിൽ മാരാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. ഈ നാട് ആര് ഭരിക്കണമെന്ന് മതേതര ബോധമുള്ള മനുഷ്യർ തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിജയത്തെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് മുന്നേറാൻ UDF പോരാളികൾക്ക് കഴിയട്ടെ എന്നും അഖിൽ മാരാർ ആശംസിച്ചു. അതേസമയം VD സതീശനെ പ്രശംസിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു പോസ്റ്റിങ്ങിനെ വാക്കിന് തണ്ടലിന്റെ ഉറപ്പുള്ള നേതാക്കന്മാരുടെ ബഹുമാനമാണ്. നിലമ്പൂരിൽ അൻവറിനോട് പോയി പണി നോക്കാൻ പറഞ്ഞ രാഹുൽ വിഷയത്തിൽ കേസ് വരുന്നതിന് മുൻപ് തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ച എല്ലാ തിരഞ്ഞെടുപ്പിലും മികച്ച രീതിയിൽ സംഘടനയെ ചലിപ്പിച്ച നേതാവ്. കഴിഞ്ഞ ഒരു മാസമായി പലവിധ ആക്ഷേപങ്ങൾ പലരും പറഞ്ഞപ്പോൾ തന്റെ ലക്ഷ്യം UDFിനെ അധികാരത്തിലെത്തുകയാണെന്ന് പറഞ്ഞ് കർമ്മത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകൾക്കുള്ള വിജയം കൂടിയാണ് ജനങ്ങൾ സമ്മാനിച്ചത്. ജാതിമത സംഘടനകൾ തള്ളിപ്പറഞ്ഞപ്പോൾ അവരോട് ഏറ്റുമുട്ടാൻ പോകാതെ തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് മറുപടി കൊടുത്ത പ്രതിപക്ഷ നേതാവിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നേരിട്ട് വിളിച്ചറിയിച്ച സ്നേഹം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നുവെന്നും അഖിൽ മാരാർ പറയുന്നു.